ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ നമ്മൾ ചക്കപ്പഴം റവയും കൊണ്ട് ഒരു ഉതിരിപുട്ട് പുഴുങ്ങുകയാണേ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 4 മണി കാപ്പിയോ ഇനിയിപ്പോൾ രാവിലത്തേക്കോ ഒക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വിഭവമാണ് നമ്മുടെ ഉതിരിപുട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നല്ല വരിക്ക ചക്കപ്പഴം വേണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചക്കപ്പഴം വെച്ച് നല്ല ഉതിരിപുട്ട് പുഴുങ്ങുന്നത് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല ചക്കപ്പഴം കൊണ്ട് നല്ല ഉതിരിപുട്ട് പുഴുങ്ങുവാണ് നമ്മളെ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ചക്കപ്പഴം പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് ഇതുണ്ടോ റവയാണ്, വറുത്ത നമ്മുടെ റവയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ്, ഇപ്പോൾ അളന്നൊന്നും എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു കണക്കൊന്ന് കാണിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് മാത്രം ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു 1 കപ്പ് തേങ്ങ ചിരണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ്, നമുക്ക് നല്ല വരിക്കച്ചക്കപ്പഴം വേണമെന്നേ ഉള്ളൂ. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി വേണ്ട, നമ്മൾ മധുരം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടോ ചക്കപ്പഴം നല്ല തേൻ വരിക്കയാണ്. അപ്പം നമ്മളത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 കപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഈ റവ നല്ലപോലെ ഒന്ന് കുഴച്ചൊന്ന് പൊടിയൊന്ന് നനച്ചെടുക്കണം. നമുക്ക് വെള്ളം ഒത്തിരി അങ്ങ് ഒഴിച്ച് സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നവരെ നമ്മൾ കുഴയ്ക്കേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ റവയല്ലേ ഇത് നമ്മുടെ ചക്കപ്പഴം ഇട്ടങ്ങ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് എന്താ പറയുന്നത്, ഈ കുഴഞ്ഞ് ഇങ്ങനെ പിടിക്കാതൊക്കെ കിടക്കും. ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, അതാണിങ്ങനെ ഈ ഒരു ഇരുളിമ വരുന്നത്. നമുക്ക് ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് ഞാൻ ലൈറ്റ് ചൂടുവെള്ളമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊഴിച്ച് നമുക്ക് ചുമ്മാ സാധാരണ ഒന്ന് പുട്ടിൻ്റെ പൊടി ഒന്ന് കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് ഇച്ചിരി എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താട്ടോ ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇപ്പം പാത്രമൊക്കെ അവനവന് ഇഷ്ടമുള്ള പാത്രത്തിൽ എടുക്കുക. ഇനിയിപ്പം ഇങ്ങനത്തെ പാത്രം വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് പാത്രത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തെന്ന് പറഞ്ഞാൽ ഇത്ര കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഇളക്കാൻ കൈയിട്ട് ഇളക്കാനൊക്കെ ഒന്ന് എളുപ്പമാണല്ലോ എന്ന് ഓർത്താട്ടോ ഞാനിങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച്, ഒത്തിരി വേണ്ട, ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ പൊടി നനയ്ക്കുന്ന പോലെ നമ്മൾ നനയ്ക്കേണ്ട. അത് നമ്മൾ ചക്കപ്പഴം കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് കുതിർന്നോളും. നമ്മളല്ലാതെ ചക്കപ്പഴം വെച്ച് വേറെ ചട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ ഉതിരിപുട്ട് പുഴുങ്ങുവാണ്. ഇനി നമുക്ക് ഈ കപ്പിന് അളന്നൊരു 2 കപ്പ് ചക്കപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. നമ്മൾ 1 കപ്പ് ഇട്ടു. 2 കപ്പേ ഉള്ളൂ. ഞാനൊരു കുറച്ച് 10-25 ചക്ക ചുളയെടുത്ത് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തത് അടുത്ത കപ്പ് കൂടി ഇട്ടു. ഇനി നമുക്ക് നല്ലപോലെ ഇതിനകത്തേക്ക് ഇട്ടങ്ങ് ഇളക്കണം. ഇതൊക്കെ നമ്മുടെ പഴയ അമ്മച്ചിമാരുടെ പണ്ടത്തെ എന്താ പറയുന്നത്, പണ്ടത്തെ ടേസ്റ്റുകളാണ് ഇതൊക്കെ. ഇങ്ങനെ ഉതിരിപുട്ട് ചക്കപ്പഴം ഇട്ടിങ്ങനെ പുട്ട് പുഴുങ്ങുക. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്കയുടെ സീസണൊക്കെ ആകുമ്പം ഇങ്ങനെ ചക്കപ്പഴം ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ, എന്താ പറയുന്നത്, അതൊക്കെ ഒരു ഭയങ്കര ഒരു അന്നത്തെ കാലം. ഇന്നിപ്പോൾ അല്ലെ നമ്മൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒന്നാമത്തെ കാര്യം ഇന്നൊന്നും വേണ്ട, അല്ലെ ഒരു ബിസ്ക്കറ്റോ ഒരു ചായയോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ ഇന്ന്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് ഇളക്കി നല്ലപോലെ ഈ ചക്കപ്പഴവും ഈ നമ്മുടെ റവയും കൂടെ നന്നായിട്ട് തേങ്ങായും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഉപ്പ് നമുക്കുണ്ട്, ഇനി നോക്കണം. നല്ല മധുരമുള്ള ചക്കപ്പഴം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ഈ പുട്ടിന്. വേറെ കറിയൊന്നും വേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ ചക്കപ്പഴവും നമ്മുടെ റവയും തേങ്ങായും ഒക്കെ കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ വെള്ളം തിളയ്ക്കുന്നോടം വരെ നമുക്കിതൊന്ന് മൂടി ഒന്ന് 10 മിനിറ്റ് ഒന്ന് വെക്കാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ റവയൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ പുട്ട് നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് പുട്ടുമാകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഉതിരിപുട്ട് പുഴുങ്ങാനുള്ള, നമ്മുടെ ചക്കപ്പഴം റവ ഉതിരിപുട്ട് പുഴുങ്ങാനുള്ള സ്റ്റീമർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതുണ്ട് അതിനകത്തൊരു കുഞ്ഞു വാഴയില വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റീമറിനകത്ത് ഈ ചെറിയ തുളയുള്ളതുകൊണ്ട് അതിനകത്ത് ഇതിനൊന്നും ചാടിപ്പോകണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പിന്നെ വാഴയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. ഇതുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ പുട്ട് പൊടി 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് നനച്ച് നല്ലപോലെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാരി ഇങ്ങനെ നമ്മുടെ ഈ ഇലക്കകത്തേക്ക് നമുക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റി നമ്മുടെ അടിപൊളി ഉതിരിപുട്ട് പുഴുങ്ങിയെടുക്കാം. ചക്കപ്പഴം ഉതിരിപുട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ റവ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അരിപ്പൊടി ആണെങ്കിലും പുട്ടുപൊടി ആണെങ്കിലും എന്താണേലും കുഴപ്പമില്ല, എങ്ങനെ വേണേലും ഇട്ട്
നമ്മുടെ കയ്യിലുള്ള പൊടി ഐറ്റംസ് ഇട്ട് ഞാൻ ഈ റവയ്ക്ക് പുട്ട് പുഴുങ്ങുമെന്ന് പറഞ്ഞാൽ എനിക്ക് റവയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ റവ ചക്കപ്പഴത്തിൻ്റെ കൂടെ ഇട്ടത്. നമുക്കുള്ളതെല്ലാം കൂടെ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഒത്തിരി ഇങ്ങനെ കട്ടയില്ല, ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇതായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ ഒത്തിരി തിക്കായിട്ട് വെക്കാതെ നിരത്തിയിട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഇങ്ങനെ എല്ലാ സൈഡിലും ഒരുപോലെ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മളെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾക്ക് എല്ലായിടും ഒരുപോലെ വെന്ത് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഉതിരി പുട്ട് ഒരു മുറി തേങ്ങായോട്ടോ ഇട്ടേക്കുന്നത്. തേങ്ങ അമ്പിടി വേണ്ടിയവർക്ക് ഇമ്പിടി ഇടാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒരു 10 മിനിറ്റ് കൂടിപ്പോയാൽ അത് മതി. നമുക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ അറിയാൻ എന്തോന്ന്. അപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ അവസ്ഥ എന്തായെന്ന് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ നിന്ന് ഉള്ള ചക്കപ്പഴം നല്ലപോലെ വെന്തത്തിലേക്ക് നല്ലപോലെ ഇതുണ്ട്. ഇങ്ങനെയൊന്ന് ഇടയ്ക്ക് ഇളക്കി ഒന്ന് ഇടയ്ക്ക് ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് അപ്പോൾ അങ്ങനെ നമ്മളിത് വീണ്ടും നമ്മുടെ ഉതിരി പുട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഇടാം. നല്ല ഇതുണ്ട്, നല്ലൊരു ചക്കപ്പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല ഇതുണ്ടോ. പിന്നെ ഇപ്പം നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത് വാങ്ങി വെക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചക്കപ്പഴം ഉതിരി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ചക്കപ്പഴം എല്ലാം നല്ലപോലെ അലിഞ്ഞ് അതിനകത്ത് ചേർന്ന് ഒന്നും കിടപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങിയൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പി വെക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചക്കപ്പഴം അടിപൊളി ഉതിരി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ലപോലെ ചക്കപ്പഴമൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ഇതുകൊണ്ട് നല്ലപോലെ വെന്ത് നല്ലപോലെ ഇനിയിപ്പോൾ ഇത് കുഴച്ച് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാൽ മതി. അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ചക്കപ്പഴം ഇട്ട് ഉതിരി പുട്ട് പുഴുങ്ങാത്തവരൊക്കെ ഒന്ന് പുഴുങ്ങി നോക്കണേ. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയുകയും ചെയ്യണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എപ്പോഴും പറയുന്നത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും നമ്മുടെ പഴയകാല നാടൻ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.